ഒരു ക്ലീശ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇതുപോലെ കല്യാണക്കുറി അടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഇപ്പം അപ്പുറത്തെ വീട്ടുകാരൊക്കെ കല്യാണക്കുറി അടിച്ചപ്പോൾ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആൾക്കാർ ആരെങ്കിലുമൊക്കെ കല്യാണക്കുറി അടിച്ചപ്പോഴത്തേക്കിന് അവർ 500 രൂപയായിരുന്നു അതിനകത്ത് ഒരു കല്യാണക്കുറിക്ക്. അപ്പം നമ്മൾ അതിനെക്കാട്ടി ഭയങ്കര അടിപൊളിയാകണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ചിന്തിച്ച് കൂട്ടിയിട്ട് ഗ്രാൻഡ് ആക്കണം, അതിനെക്കാട്ടി അടിപൊളിയാക്കണം എന്ന് വിചാരിച്ച് കൂട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു കല്യാണം നടത്താനെ കൊണ്ട് ഒരു ചെറുക്കനും പെൺകുട്ടിക്കും രണ്ടുപേർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അങ്ങനെ പോയാൽ മതി. അത് ഇത്ര വലിയ ആർഭാടകാരമാക്കുമ്പോൾ ഉള്ളൊരു അതായത് നിങ്ങളിപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ ഫേസിൽ നിൽക്കുന്ന ഈ ആളുകൾ ആ രീതിയിലുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക്കിലോട്ട് അങ്ങനെ ഒരു വീഡിയോ എത്തിക്കുമ്പോഴത്തേക്കിന് ഇവരെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ കാരണം ഇൻഫ്ലുവൻസ് ആവുന്ന ഒരു കുറെ ഫാമിലീസ് ഉണ്ട്. ഓക്കെ, ഇവരുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരും ചിന്തിക്കുന്ന ഇവർ ഗ്രാൻഡായിട്ട് നടത്തി, നമുക്കും അതേപോലൊക്കെ നടത്തണം എന്നുള്ള രീതിയിലെ ചിന്തകളൊക്കെ ആൾക്കാർക്കൊക്കെ വരും. അങ്ങനെ നമുക്ക് ബാക്കിയുള്ളവരുടെ കൂടെ ഇത്രയും നാളും ആളുകൾ നടത്തിയിരിക്കുന്ന കല്യാണ രീതികൾ പോലെ തന്നെ എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. കാര്യം അതേ രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ കുടുംബം വരെ പണയം പെടുത്തിയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമായിട്ട് വരും. ഒരു പെൺകുട്ടിക്ക് വളർന്നത് 18 വയസ്സാകുമ്പോഴത്തേക്കിന് വീട്ടിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കെല്ലാം നെഞ്ചിൽ തീയാണ്. കാര്യം കെട്ടിച്ചു കിടണം, അതിന് വേണ്ടിയിട്ടുള്ള പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ മനസ്സിൽ ഭ്രാന്തായിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. അങ്ങനെ ഭ്രാന്തായിട്ട് നമ്മുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മളെ ഭയങ്കര ടെൻസ്ഡായിട്ട് പ്രഷറൈസ് ചെയ്ത് നമ്മളെ ഒരു വേറെ സിറ്റുവേഷനായിട്ട് കൊണ്ടെത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഇത്തരം രീതിയിലുള്ള ഗ്രാൻഡായിട്ടുള്ള കല്യാണം, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ. ആ ഒരു ക്ലീശ സെറ്റപ്പിൽ നിന്ന് നമ്മൾ കുറച്ച് മാറിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടും കുറെ ഫാമിലീസിലൊക്കെ ഇപ്പം ഈ കടം കയറി മുടിഞ്ഞു നടക്കുന്ന കുറെ ഫാമിലീസ് ഉണ്ട് കല്യാണമൊക്കെ നടത്തേണ്ട പേരിൽ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇവർ ഈ പറയുമ്പോഴത്തേക്കിന് ഈ വസ്തു വിറ്റിട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ അടിക്കുമ്പോഴത്തേക്കിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ ഒരു പയ്യനാണെങ്കിൽ ആ പയ്യനിലോട്ട് വരുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ അവര് എന്താ പറയുന്ന ഈ സ്ത്രീധനം ചോദിച്ചു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എലമെന്റ് കാര്യങ്ങളൊക്കെ വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ അവളുടെ അച്ഛന്റെ അമ്മയുടെ ഒപ്പം അല്ലെങ്കിൽ ജീവിതകാലം ഇത്രയും നാളും ജീവിച്ചു തീർത്ത ആ ഒരു വീടും എല്ലാം ഉപേക്ഷിച്ച് ഒരു ചെക്കന്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ പോകുന്ന ടൈമിൽ ഇവർക്ക് ഈ സ്ത്രീധനം കൂടെ കൊടുത്തു വേണം അല്ലെങ്കിൽ മരുമകനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കണം അല്ലെങ്കിൽ ഒരു മകളെ കച്ചവടം നടത്തുന്ന രീതിയിലാണ് ഇപ്പം ഈ ഒരു പൈസ ഒക്കെ കൊടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു എലമെന്റ് ആണ് ഇപ്പൊ ഇത് കേൾക്കുന്ന ആളുകളിലോട്ട് ഒരു മെജോറിറ്റി ആൾക്കാരിലോട്ട് എത്തുക. അതായത് ആ ഒരു പയ്യനും ഇതേപോലെ ആണെങ്കിൽ സ്ത്രീധനം ആവശ്യം എന്നുള്ള രീതിയിലൊക്കെ ആ ഒരു സാധനമായിരിക്കും വരാൻ പോകുക. അല്ലെങ്കിൽ ആ ഒരു പയ്യനിലോട്ടും ഇത്തരം രീതിയിലുള്ള ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇവരിപ്പോൾ സോഫ്റ്റ് ആയിട്ട് അവതരിപ്പിച്ചാണെങ്കിൽ പോലും ഇതിന് അങ്ങനെ ഒരു സൈഡ് കൂടിയുണ്ട്. ആ രീതിയിൽ ആൾക്കാർ എടുത്തിട്ടുണ്ട്, അത്തരത്തിലുള്ള കമന്റ്സും വരുന്നുണ്ട്. അവർക്കത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ അതിന്റെ പേരിലാണോ എന്താണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷെ കാണുന്ന ആൾക്കാർ ഒരു തരത്തിൽ ആ രീതിയിൽ എടുക്കും അല്ലേ. ഇപ്പം നിങ്ങൾ പറയാണ് ഇപ്പം നിങ്ങളുടെ മക്കളുടെ സംഭവം ഗ്രാൻഡായിട്ട് നടത്തണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഈ സംഭവത്തിൽ കാണുന്ന എല്ലാ കാഴ്ചക്കാരും അതേ രീതിയിൽ എടുക്കണം നിർബന്ധമില്ല. ആ പയ്യൻ ഈ പറയുന്ന പോലെ ഡൗറി അല്ലെങ്കിൽ സ്ത്രീധനമൊക്കെ ചോദിച്ചു അതിന്റെ പേരിൽ കുടുംബമൊക്കെ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ്, ആ ഒരു സാധനങ്ങൾ അടിക്കും. പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സാധനം കൊണ്ട് അത്യാവശ്യം കുറച്ച് നാളത്തൊക്കെ ഓടിക്കാനുള്ള ഒരു കണ്ടന്റ് തന്നെയാണ് ഇത്. കഴിഞ്ഞിട്ട് ഇതിന്റെ താഴെ വന്നിരിക്കുന്ന 2 കമന്റൂടെ ഞാൻ ഇങ്ങോട്ട് വായിക്കാവേ. അമ്മയ്ക്ക് പുതിയ കണ്ടന്റ് ആയി, മക്കളെ എൻഗേജ്മെന്റ് നടത്തി ആളുകളെ പറ്റിക്കും, എന്നിട്ട് ഒളിച്ചോടാൻ പ്രേരിപ്പിക്കും, എന്നിട്ട് അത് കണ്ടന്റ് ആക്കി റീച്ച് കൂട്ടി പണം ഉണ്ടാക്കി അടിച്ചു പൊളിക്കും. ബെസ്റ്റ് ഫാമിലി, എനിവേ നിങ്ങൾക്ക് വിവാഹാശംസകൾ. എന്നിട്ട് അടുത്ത കമന്റ് ആണ്, ഈ കുട്ടിയുടെ നെഗറ്റീവ് പറഞ്ഞതല്ലേ അവർ വീഡിയോ ഇട്ടത്, ഇത് ഏത് പേരൻസ് ചെയ്യും അങ്ങനെ? വിവാഹം ഉറപ്പിച്ചിട്ട് കുറ്റം പറയാ, ആ പയ്യന്റെ ഫാമിലിക്കാണ് എല്ലാം നഷ്ടമാകുന്നത്. സത്യമായിട്ടുള്ള കാര്യമല്ലേ, ആരും പേടിക്കേണ്ട. ഇത് ആ അമ്മച്ചിക്കുള്ള ന്യൂ കണ്ടന്റ് ആണ്. ഫസ്റ്റ് തന്നെ മോളെ വീഡിയോ നിന്ന് മാറ്റി നിർത്തിയുള്ള കളി. ഇനി കണ്ടന്റ് കൂടാൻ വേണ്ടി ഇനി ആരും വിശ്വസിക്കില്ല, വീഡിയോ കണ്ട് പൈസ ഉണ്ടാക്കാം എന്ന് കരുതണ്ട. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരും. ഈ കമന്റ്സ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ പറയാം അയ്യോ മോള് പോയി ഓറയിൽ ഫുൾ ആ അമ്മച്ചിയുടെ നാടകമാണ്, മോൾ ഇറങ്ങി പോകാൻ വേണ്ടി എന്നുള്ള രീതിയിലൊക്കെ കുറെ നിരന്തരം കമന്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഡ്രാമയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സ്വന്തം മകൾ അമ്മ തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കണ്ടന്റ് ആക്കുന്നതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ഇത് ഈ രീതിയിലൊരു എന്താ പറയുക അടിച്ചു പിരിച്ചെന്നുള്ള ഡ്രാമ ഇപ്പോഴത്തെ അടിയും വഴക്കും ഒക്കെ വന്നിട്ട് ഇതുപോലെ യൂട്യൂബിലാണ് നമ്മൾ നിരന്തരം സംസാരിച്ചുള്ളത്. അപ്പം ഇനി അവർക്ക് അതായത് ഒരു പെൺകുട്ടിക്കും പറയാനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചെന്നുള്ള സാധനങ്ങളൊക്കെ പറയാൻ ഒരു പെൺകുട്ടിയുടെ സൈഡ് ഉണ്ടാവും. അപ്പം ഈ സൈഡും കൂടെ എന്തായാലും നമുക്ക് കേൾക്കണം. അപ്പം എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ പോക്ക് സീരീസ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളുകളായി. ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു പെൺകുട്ടിയുടെ മറുപടികൾ വന്നതിന് ശേഷം നമുക്ക് ഒരു പോക്ക് സീരീസിനുള്ള കണ്ടന്റ് ചിലപ്പോൾ കിട്ടുമെന്ന് വെച്ചിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വരാൻ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി, ബൈ.